ഡോക്ടർ ശശി തരൂര് കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്തുകയാണ് ശരിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് അംബാസിഡറായി മാറിയിരിക്കുകയാണ് ശശി തരൂർ. ഒന്നാം തരം ദേശസ്നേഹി. എനിക്ക് തോന്നുന്നു ബി ജെ പിക്കാർക്ക് പോലും ഇല്ലാത്ത ദേശസ്നേഹമാണിപ്പോൾ ശശി തരൂരിൽ നിന്ന് പുറം ലോകം കാണുന്നത്. തരൂർ ആഗ്രഹിച്ചതും മോദി കൽപ്പിച്ചതും ഒന്ന് തന്നെ. വിശ്വപൗരൻ ആ ഒരു ഇമേജ് നിലനിർത്താനായി ഇങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. ഡോക്ടർ തരൂർ വാണ്ടഡ് ടു ബി ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത് വിദേശമന്ത്രി എന്ന നിലയിൽ, വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അധികം ഒരു ഇന്നിങ്സ് ലഭിച്ചില്ല. അതും സഹമന്ത്രി സ്ഥാനമാണ് UPA 1 സമയത്ത് ലഭിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ജയിച്ചു വന്നപ്പോഴൊന്നും തന്നെ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധിക്കാതിരുന്ന BJP അധികാരത്തിൽ ഉള്ളപ്പോൾ തരൂരിന് സാധ്യതയില്ല. പിന്നെ അവശേഷിക്കുന്ന ഏക സാധ്യത ഇപ്പോൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ നാവായി മാറുന്നു, മുഖമായി മാറുന്നു. ഭാരതം തരൂരിലൂടെ ലോകത്തോടായി സംസാരിക്കുന്നു. ഇത് തന്നെയാണ് തരൂരിന് വേണ്ടത്. തൻ്റെ പുസ്തകങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. തൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യയെ കണ്ടെത്താൻ ഇന്ത്യക്കാരെയും ലോകരാജ്യങ്ങളെയും ലോക സംസ്കാരങ്ങളെയും പ്രേരിപ്പിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ തീം. ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യ, കേരളം, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്പേഴ്സ്, അങ്ങനെയുള്ള തരൂറിൻ്റെ ഒരു നറേറ്റീവ്. അപ്പോൾ ഒരു ചിന്തകൻ എന്ന നിലയിൽ ഇന്ത്യൻ സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക, ഇന്ത്യയുടെ മഹത്വം, ഇന്ത്യയുടെ വലിപ്പം, ഇന്ത്യയുടെ ഗതകാല പ്രതാപം, എന്തുകൊണ്ട് ഇന്ത്യ അവഗണിക്കാനാവാത്ത ഒരു ഇക്കണോമിക് പവർ മാത്രമല്ല, പൊളിറ്റിക്കൽ, ഇക്കണോമിക്, മിലിറ്ററി പവർ മാത്രമല്ല, ഒരു കൾച്ചറൽ പവർ, ദ സോഫ്റ്റ് പവർ അതുകൂടിയാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് തരൂറിൻ്റെ ഇപ്പോഴത്തെ ദൗത്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ, അതിനുശേഷം ഇന്ത്യ എടുത്ത നടപടികൾ വിശദീകരിക്കാൻ, ജലം തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാന്റെ വലിയ രീതിയിലുള്ള ഒരു നയതന്ത്ര ആക്രമണത്തെ ചെറുക്കാൻ, പ്രതിരോധിക്കാൻ ലോകവേദികൾ, പ്രത്യേകിച്ച് അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ തരൂറിന് വളരെയധികം വഴങ്ങുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് ന്യൂയോർക്കിലേക്ക് അദ്ദേഹം എത്തി. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് തരൂർ ആൻഡ് ടീം, 7 പേരടങ്ങുന്ന, തരൂറും 7 പേരും 8 പേരടങ്ങുന്ന ടീമാണ്. എല്ലാം സർവകക്ഷി സംഘത്തിലെ അംഗങ്ങളാണ്, പല പാർട്ടികളിലുള്ള അംഗങ്ങളാണ്. ന്യൂയോർക്കിൽ ആണ് വേൾഡ് ട്രേഡ് സെൻറ്റർ നിലനിന്ന ഇടത്ത് ഉള്ള ഒരു മെമ്മോറിയൽ, അതായത് 9/11 മെമ്മോറിയൽ. അവിടെ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് പൊളിറ്റിക്കലി കറക്റ്റ് വേർഡ്സ്, അത് വീണ്ടും ആവർത്തിക്കുന്നു, പൊളിറ്റിക്കലി കറക്റ്റ്. കാരണം തരൂർ ഇത് മാൻ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്, എന്തും പറയാൻ കഴിയുന്ന ചിന്തകൾ അതുപോലെ പരന്ന് വാക്കുകളിലൂടെ ഒഴുകുന്ന ഒരാളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ വാക്കുകളുടെ ധാരാളിത്തം, ചിന്തകളുടെ ധാരാളിത്തം അബദ്ധങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൊളിറ്റിക്കലി കറക്റ്റ് കാര്യങ്ങൾ മാത്രമേ പറയൂ. ട്രംപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചാൽ, ട്രംപ് പ്രസ്താവന നടത്തിയത് എന്തർത്ഥത്തിലാണ്, വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്ന ട്രംപ് ആണോ എന്ന് ചോദിച്ചാൽ നോ കമന്റ്സ്. അല്ലെങ്കിൽ തരൂറിന്റെ സ്വതസിദ്ധമായ ഒരു ചിരിയിൽ അത് ഒതുക്കുന്ന ഒരു കാഴ്ച. അതൊക്കെ നയതന്ത്ര രംഗം. മീൻകുഞ്ഞിനെ നീന്തലും പോപ്പിനെ കുർബാനയും പഠിപ്പിക്കേണ്ടതുപോലെ തരൂറിനെ ആ തരത്തിലുള്ള നയതന്ത്രമൊന്നും പഠിപ്പിക്കേണ്ടതില്ല. ഇന്ത്യയിൽ ചിലവാകാത്ത ഒരുതരം സെൻസ് ഓഫ് ഹ്യൂമർ ഒരുപക്ഷെ വിദേശത്തെ തരൂറിൻ്റെത് ചിലവാകും. അദ്ദേഹം ഗ്ലോബൽ സിറ്റിസനാണ്, പ്രത്യേകിച്ചും വെസ്റ്റേൺ വേൾഡിൽ. അങ്ങനെ അമേരിക്കയിൽ ആദ്യ സ്റ്റെപ്പ്. അതിനുശേഷം 2-3 രാജ്യങ്ങൾ, അത് പനമ സന്ദർശിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഗയാന സന്ദർശിക്കുന്നു. ഇന്ത്യൻ വംശജരേറെയുള്ള സ്ഥലമാണ്, 38% ഉള്ള സ്ഥലമാണ് പനമ. കനാലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒരു ഒരു ലോകത്തിൻ്റെ ഹബ്ബാണ് പല കാര്യങ്ങളിലും. അതുപോലെ കൊളംബിയ രാജ്യം ലാറ്റിൻ അമേരിക്കയിൽ സന്ദർശിക്കുന്നു. അതോടൊപ്പം തന്നെ ബ്രസീൽ, ബ്രിക്സിൻ്റെ ഒരു രാജ്യമാണല്ലോ ബ്രസീൽ. റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെ പല രാജ്യങ്ങളും സന്ദർശിച്ച് വീണ്ടും തിരിച്ച് അമേരിക്കയിലേക്ക് എത്തി. ഇപ്രാവശ്യം ഇത്തവണ അവസാന ലെഗിൽ, ജൂൺ 6 മുൻപുള്ള അവസാന ലെഗിൽ എത്തിച്ചേരുന്നത് വാഷിങ്ടൺ DC-യിലാണ്. അതാണ് ഭരണസിരാ കേന്ദ്രം. ന്യൂയോർക്ക് ബിസിനസ് ക്യാപിറ്റലല്ല, മറ്റേ ഭരണസിരാ കേന്ദ്രത്തിൽ വെച്ച് അമേരിക്കൻ ജനപ്രതിനിധി സഭയുടെയും സെനറ്റിലെയും അംഗങ്ങൾ ചേർന്ന് തരൂറിന് ഒരുപക്ഷെ സ്വാഗതം വരും. കാരണം തരൂറൊക്കെ അവർക്കെല്ലാം അറിയാവുന്ന ഒരാളാണ്. നരേന്ദ്രമോദി പോയാൽ ലഭിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ലഭിക്കുന്ന ഔപചാരിക ഒരു സ്വീകരണമാണ്. പക്ഷേ തരൂരിന് അങ്ങനെയല്ല. തരൂരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി അദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അറിയാം. പ്രത്യേകിച്ച് അമേരിക്ക ചെറിയ രീതിയിൽ പ്രതിരോധത്തിലാണ്. കാരണം നടന്നുകൊണ്ടല്ല, അമേരിക്ക റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹൈഫനേറ്റഡ് ഇന്ത്യ പാകിസ്ഥാൻ ആയിരുന്നു പണ്ടത്തെ അമേരിക്കൻ പോളിസി. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഡൽഹി സന്ദർശിക്കുന്നു. തിരിച്ചുപോക്കിൻ്റെ വേളയിൽ പാകിസ്ഥാനും സന്ദർശിച്ചു പോകുന്നു. അതിനു മുമ്പ് പാകിസ്ഥാൻ അനുകൂല നിലപാടായിരുന്നു. എന്നാൽ വൈകി
ഇന്ത്യയോട് കൂടുതൽ താല്പര്യവും പാകിസ്ഥാനോട് കുറവ് താല്പര്യവും അത് മാറി ഈ പോരാട്ടം ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് അമേരിക്ക പൂർണ്ണമായി ഇന്ത്യ അനുകൂല നിലപാടോ പാക് വിരുദ്ധ നിലപാടോ അല്ല എടുത്തതെന്ന് ഓർക്കണം. അവിടെ വീണ്ടും ഒരു ബ്രാക്കറ്റഡ് പോളിസി വരുന്നു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി അതിനാവശ്യമുണ്ട്. അതുകൊണ്ട് തരൂർ അമേരിക്കയോട് പറയാൻ സാധ്യതയുള്ളത്, സെനറ്റേഴ്സിനോട് പറയാൻ സാധ്യതയുള്ളത്, ലുക്ക്, യു ആർ എ കാറ്റലിസ്റ്റ്, നിങ്ങളൊരു പ്രേരക ശക്തിയാണ്. ഇവിടെ ദ ലാർജസ്റ്റ് ഡെമോക്രസി, ദ പീപ്പിൾ, വി ആർ നോട്ട് പൊളിറ്റീഷ്യൻസ്, വി ആർ പീപ്പിൾ, വി ആർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് പീപ്പിൾ. പ്രതിപക്ഷ കക്ഷിയും ഭരണകക്ഷിയും എല്ലാം ഉണ്ട്. ദ സിവിലൈസേഷൻ കോൾഡ് ഇന്ത്യ ട്രൈങ് ടു ടോക്ക് ടു അമേരിക്ക about the need to curb terror by joint action. നിങ്ങൾ അനുഭവിച്ച അതേ ഭീകരത തന്നെയാണ്, ഏതാണ്ട് അതേ തരം കേന്ദ്രങ്ങളിൽ നിന്നാണ് ഞങ്ങളും അനുഭവിക്കുന്നത്. ആഗോള ഭീകരതയ്ക്കുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ട സമയമായി എന്നൊരിക്കൽ കൂടി അമേരിക്ക ഒരു തുയിലുണർത്ത പാട്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് തരൂർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തരൂരിൻ്റെ ഒരു ഡിപ്ലോമസി എന്ന് പറയുന്നത് ഒരുപാട് പഴി തരൂർ കേട്ടു. കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയാകുമോ എന്ന് ചോദിച്ചാൽ ബാധ്യതയാണ്, ഒരു വലിയ സാധ്യതയാണ്, അതേപോലെ ബാധ്യതയുമാണ്. സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഒരു വ്യക്തി, ഒരു സംഘടനയ്ക്ക്, പാർട്ടിക്ക് ബാധ്യതയാകുന്നത് എങ്ങനെയെന്ന് തരൂർ എപ്പിസോഡ് ആവോളം വെളിവാക്കി തന്നു. അപ്പോൾ കൊച്ചിയിലൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല. ആ വ്യക്തി കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ ആഗ്രഹിച്ച ആളാണ്, ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടില്ല, എങ്കിലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. വേറിട്ട ചിന്ത, ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിന് വിരുദ്ധമായ ഒരു ചിന്താസരണി കോൺഗ്രസിനുള്ളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, ഡൈനാസ്റ്റി തന്നെയാണ് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അവർ നിയമിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെയും സംഘവും വേണുഗോപാലും ഒക്കെ തന്നെയാണ് കോൺഗ്രസ് എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന് ഉയർത്തെഴുന്നേപ്പ് ഉണ്ടാവുക? അവിടെ തരൂർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ BJP നൽകുന്ന, കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ കവറേജും ആവോളം അനുഭവിക്കാൻ തക്ക യോഗമുണ്ടായിരിക്കുന്നു തരൂരിന്. അതുകൊണ്ടാണ് തരൂരിൻ്റെ വ്യക്തിപരമായ മിടുക്കും നയതന്ത്ര മികവും അതുപോലെ ചരിത്രപരമായ ട്രാക്ക് റെക്കോർഡും എല്ലാം തന്നെ രാജ്യത്തിന് പ്രയോജനപ്പെടുന്നു എന്ന് കരുതാം. വിജയ് ശ്രീലാളിതനെ അദ്ദേഹം വരട്ടെ എന്നേ കരുതാനാവൂ. കാരണം ഐക്യരാഷ്ട്ര സംഘടനയിലൊക്കെ പ്രമേയങ്ങൾ വരും. അപ്പോൾ അവിടെ P5, അതായത് വീറ്റോ അധികാരമുള്ള പെർമനന്റ് 5, അതോടൊപ്പം തന്നെ വീറ്റോ അധികാരം ഇല്ലാത്ത 10 രാജ്യങ്ങൾ എല്ലാം ചേർന്ന് ആണല്ലോ പല തീരുമാനങ്ങളും എടുക്കുന്നത്. ആ തീരുമാനം ഇന്ത്യക്ക് ബാധകമൊന്നും ആവില്ല. ഇസ്രയേലിനെതിരെ എത്ര പ്രമേയമാണ് വന്നത്? ഇസ്രയേലിൽ പോയി പണി നോക്കാൻ പറഞ്ഞില്ല ഇസ്രയേൽ. ഇന്ത്യക്കൊക്കെ പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ കുറച്ചുകൂടെ അന്താരാഷ്ട്ര രംഗത്ത് സഭ്യത പുലർത്തുന്നു. ആ ഒരു ഘട്ടം നോക്കുമ്പോൾ തരൂർ വളരെ വളരെ നിർണായകമായ സാന്നിധ്യമായി മാറുന്ന കാഴ്ച കാണുന്നു. അതുകൊണ്ട് തിരിച്ചു വരുന്ന തരൂർ കോൺഗ്രസിനോട് എന്താണ് പറയുക, കോൺഗ്രസ്സുകാർ തരൂരിനോട് എന്താണ് പറയുക, കൗതുകപൂർവ്വം കാത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ അനുഗ്രഹമോ ഒക്കെ ഒന്നുമില്ല, പിന്നീട് മനസ്സില്ലാ മനസ്സോടെ അനുഗ്രഹിച്ചു. അതല്ലെങ്കിൽ മുഖം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഒറിജിനൽ ലിസ്റ്റിൽ അല്ലെങ്കിൽ കോൺഗ്രസ് മനസ്സറിഞ്ഞ് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വിട്ടതല്ല തരൂരിനെ എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തരൂറിൻ്റെ ഒരു വരവ് അതൊക്കും മേലെ എന്ന് പറയാം, കോൺഗ്രസിനും മേലെ, BJPക്കും മേലെ, സകലതിനും മേലെ പറക്കാൻ കഴിയുന്ന പരുന്തായി തരൂർ മാറുന്ന ഒരു കാഴ്ച കാണുന്നു. ഇത് ഒരു നിയോഗമാണ്. തന്നെ തുച്ഛീകരിച്ച, തന്നെ പാർശ്വവൽക്കരിച്ച, തന്നെ മാറ്റി നിർത്തിയ ആളുകളോടെല്ലാം തന്നെ ഒറ്റ സ്ട്രോക്കിൽ നോ, ഐ ആം ദി പേഴ്സൺ ഹു ലവ് ദ നേഷൻ മച്ച് മോർ ദൻ എനിബഡി എൽസ്. അതുകൊണ്ട് രാജ്യസ്നേഹി താനാണ്, പാർട്ടിയല്ല, താൻ രാജ്യസ്നേഹിയാണ്. താൻ ഏത് പാർട്ടി നിന്നാലും ശരി, തൻ്റെ രാജ്യസ്നേഹത്തെ ചെറുക്കാനാവില്ല, തുച്ഛീകരിച്ച് കാണാനുമാവില്ല. ഈ തരൂരിൻ്റെ പ്രഖ്യാപനം അത് ഏറെക്കാലം ചരിത്ര പുസ്തകങ്ങളിൽ ഒരുപക്ഷെ തിളങ്ങി നിൽക്കാൻ, പിൽക്കാലത്ത് എഴുതുന്ന ചരിത്ര പുസ്തകങ്ങളിൽ തിളങ്ങി നിൽക്കാൻ സാധ്യതയുള്ള പേരായി ഇതിനോടൊപ്പം തന്നെ തരൂർ വളർന്നു കഴിഞ്ഞു.